ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഡ്രാമയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് വിചാരിച്ച് ക്രഷ് തോന്നിയ പയ്യനെ അടിച്ചുകൊണ്ടുവരുന്ന ഒരു പെണ്ണിന്റെ കഥയാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയും ഹീറോയിനും. ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. അവൻ പറഞ്ഞതൊന്നും കേൾക്കാത്ത മട്ടില് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകാനിരിക്കുന്നു. ഒന്ന് നിക്ക്, നീ എവിടെയായി പോകുന്നത്? എത്ര ദിവസം നിന്നെ കൊണ്ട് എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നു. വെറും 6 ദിവസം മാത്രമേ നിന്നെ ഇവിടെ നിർത്തുള്ളൂ എന്ന് അവളും പറയുന്നു. നീ എന്ന് അവിടെ നിന്നേ, ആരാടി നീ? നിനക്ക് എന്താ കാര്യം എന്നെ ഇവിടെ നിർത്തേണ്ടത്? മര്യാദക്ക് എന്റെ കെട്ടഴിച്ചു വിട് എന്ന് ഹീറോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അവനോട് അവളൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, 6 ദിവസം മാത്രം ആയുസുള്ള തനിക്ക് ആഗ്രഹിച്ച പുരുഷനെ അത്രയും ദിവസമെങ്കിലും സ്വന്തമാക്കണം. അതിനുശേഷം പെൺകുട്ടി ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ഡോക്ടർ അവളോട് പറയുന്നുണ്ട്, ഒരാഴ്ച മാത്രമേ നിനക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അവൾ അതറിയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് ആ പേപ്പറിൽ സൈൻ ചെയ്തു കൊടുക്കുന്നു. പോകുന്ന വഴിയിൽ അവൾ സ്വന്തമായി ഒരു തീരുമാനമെടുത്തിരുന്നു. ജീവിതത്തിൽ ഇനി കുറച്ചു നാളുകൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ഞാനൊരു ഭ്രാന്തമായ തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഇത്രയും നാളും സ്നേഹിച്ചിരുന്ന എന്റെ പുരുഷനെ സ്വന്തമാക്കാൻ പോവുകയാണെന്ന് അവൾ മനസ്സിലുറപ്പിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെത്തിയ പെൺകുട്ടി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അവൾ ബാഗ് സോഫയിലേക്ക് ഇട്ടിട്ട് വളരെ ധൃതിയിൽ തന്നെ ബെഡ്റൂമിലേക്ക് പോകുന്നു. ഞാൻ തിരികെ എത്തി എന്നവൾ സന്തോഷത്തോടെ പറയുന്നു. അവിടെ ചങ്ങലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവളുടെ കഴുത്തിന് അവൻ പിടിമുറുക്കുന്നു. രക്ഷപ്പെടാനായി പെൺകുട്ടി അവന്റെ കയ്യിലൊരു കടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ യുവാവ് അവളുടെ മുഖം കാണുന്നു. ഓ, നീയായിരുന്നു ഇത് എന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് എന്നവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അവള് കടിച്ച മുറിവില് അവൻ മരുന്ന് വെക്കുന്നുണ്ട്. ഈ സമയം അവനൊരു ഗ്ലാസ് വെള്ളവുമായി അവൾ മുൻപോട്ട് വരുന്നു. എന്നിട്ട് അവനെ കടിച്ചതിന് സോറിയും പറയുന്നു. സമയം യുവാവ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ വിശ്വസിക്കുമോ എന്ന് അവൾ തിരിച്ചും ചോദിക്കുന്നു. നീയുമായി ഒരു പ്രശ്നത്തിന് എനിക്ക് താല്പര്യമില്ലെന്നും ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നും യുവാവ് പറയുന്നു. എന്നാൽ അവൾ പറയുന്നു, നിനക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. ഒരു 5 ദിവസം കൂടി നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്നവൾ പറയുന്നു. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നു. എന്റെ കാര്യങ്ങള് നീയാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിക്കുമെന്ന് കരുതി ഞാൻ നിന്നെയും കൂടി കൊല്ലുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇതും പറഞ്ഞിട്ട് അവൾ ചിരിച്ചുകൊണ്ട് അവിടേക്ക് ഇരിക്കുന്നു. അതിനുശേഷം അവനെയും കൈയാട്ടി അവളുടെ അടുത്ത് ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. എന്നാൽ ഉടനടി നമ്മുടെ ഹീറോയ്ക്ക് ബോധക്ഷയം അനുഭവപ്പെടുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്, അവൾ കൊടുത്ത വെള്ളത്തില് മയങ്ങാനുള്ള മരുന്ന് കലർത്തിയിരുന്നു എന്ന്. ബോധം കെടുന്ന യുവാവിനെ അവൾ തള്ളി സോഫയിലേക്ക് ഇടുന്നു. അവന്റെ അടുത്ത് വന്നിട്ട് അവൾ അവനോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നീ രക്ഷപ്പെടാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്നു. ബോധം വന്ന യുവാവട്ടെ പിന്നെ കട്ടിലിൽ ബന്ധിക്കപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ ഹീറോയിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഐവി എന്നാണ്. അതുപോലെ ഹീറോയുടെ പേര് വെൽസ് എന്നുമാണ്. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ യുവാവട്ടെ, എനിക്ക് നിന്റെ ശരീരം മാത്രം മതി, അതിനപ്പുറം നമ്മൾക്കിടയിൽ ഒന്നുമില്ല, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്നും പറയുന്നു. ഇത്രയും നേരം അവളോട് ദേഷ്യം കാണിച്ചിരുന്ന യുവാവട്ടെ ഈ സമയം മയത്തിൽ അവളോട് പറയുന്നു, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടുന്ന് അഴിച്ചുവിട്, നീ പറയുന്ന എന്ത് വേണമെങ്കിലും അനുസരിച്ചോളാം എന്നവൻ പറയുന്നു. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ മരിച്ചോ എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് അവനൊന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരേണ്ടിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഞാൻ മരിച്ചതിന് ശേഷം ഈ ഫോട്ടോ കത്തിച്ച് കളയണമെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ തന്നെ ഇത് കത്തിച്ച് കളയണമെന്ന് നീ ആവശ്യപ്പെടുന്നതെന്ന്? കാരണം 7 വർഷമായി ആരും അറിയാതെ ഞാൻ നിന്നെ അഗാധമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. 7 വർഷമെന്നൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഹീറോയും ഒന്ന് ഷോക്കാവുന്നുണ്ട്. കുറച്ചു നേരം അവൾ ഒന്നും മിണ്ടാതിരുന്ന് വീണ്ടും വരയ്ക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് ബാത്റൂം യൂസ് ചെയ്യണം, എൻ്റെ കയ്യിലൊക്കെ ഇട്ടൊന്ന് അഴിക്കുമെന്ന്. ശരി, അഴിക്കാന്ന് പറഞ്ഞ് അവൾ നേരെ വന്ന് അവൻ്റെ പാൻറ്റിൻ്റെ സിബ് ഊരാൻ നോക്കുന്നു. ഒഴുക്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അവൻ ദേഷ്യപ്പെടുന്നു. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, എൻ്റെ കയ്യിലെ കെട്ടഴിച്ചാൽ ഒരിക്കലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല എന്ന്. എനിക്കൊരു കിസ് തന്നാൽ ഞാൻ നിന്നെ അഴിച്ചുവിടാമെന്ന് അവൾ പറയുന്നു. അവൾ മുന്നോട്ട് വന്നപ്പോൾ അവനൊന്ന് മടിച്ച് മുഖം തിരിച്ചെങ്കിലും വീണ്ടും അവളെ കിസ് ചെയ്യുന്നു. പക്ഷേ അവളാവട്ടെ അവൻ്റെ ചുണ്ട് കടിച്ച് മുറിക്കുന്നുണ്ട്. നീ എന്താ വല്ല പട്ടിയോ മറ്റോ ആണെന്ന് അവളോട് ചോദിക്കുന്നു. അതിനുശേഷം അവൾ കയ്യിലെ കെട്ടഴിച്ചു വിടുന്നു. എന്തായാലും നീ ബാത്റൂം യൂസ് ചെയ്യാൻ പോവുകയല്ലേ, ഒന്ന് കുളിച്ചിട്ടും കൂടി വാ, ഇന്ന് രാത്രിയിലേക്ക് എനിക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. അവനൊന്നും മറുത്തു പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അവൾ എന്തോ ഓർത്ത പോലെ പറയുന്നുണ്ട്, ബാത്റൂമിൽ ചെറിയ തെറ്റലുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണമെന്ന്. അതിനുശേഷം അവളൊരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നു. ഈ സമയം ബാത്റൂമിൽ നിന്ന് എൻ്റെ സൗണ്ട് കേട്ട അവൾ ബാത്റൂമിൽ ചെന്ന് നോക്കുന്നു.
പക്ഷേ അവനെ അവിടെ എങ്ങും കണ്ടില്ല. ആ സമയം കൊണ്ട് അവൻ അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. പിന്നീട് അവൾ ഉണർന്നപ്പോൾ കട്ടിലിൽ കിടത്തിയിരുന്ന നിലയിലായിരുന്നു. അവൾ ഓടി വന്ന് ഹീറോയെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ നീ സത്യം ചെയ്ത് തന്നിട്ട് നുണയാ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളവിടെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റോ, വന്ന് ആഹാരം കഴിക്കുക എന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ഓടിപ്പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഓടിപ്പോകണമെന്നാണ് വിചാരിച്ചത്, പിന്നെന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. എന്താ, എന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയോ എന്നവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും മിണ്ടുന്നില്ല. വിഷയം പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട്, എനിക്ക് പുക വലിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് മുറിയിൽ പുക വലിക്കരുതെന്ന് പറയുന്നു. ശരി, എന്നാൽ വലിക്കുന്നില്ല എന്ന് അവളും പറയുന്നു. നീ ശരിക്കും മരിക്കാൻ പോവുകയാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. എന്താ, എന്നെ വിശ്വാസമില്ലേ എന്ന് അവളും ചോദിക്കുന്നു. അതിനുശേഷം അവൾ എഴുന്നേറ്റ് പോയി കുറേ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതെൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രേഖകളാണ്, ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചിരിക്കുകയാണെന്നും അവനോട് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, അതെന്തിനാ ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചേക്കുന്നതെന്ന്. എനിക്ക് ചെയ്യാൻ പേടിയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഈ അവസാന നിമിഷങ്ങളിൽ ചെയ്തു തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അവൾ അവനോട് പറയുന്നു. വെറുതെ എന്തിനാ അത്രയും ദിവസം ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ഈ ചെയ്യാൻ പേടിച്ചിരുന്ന കാര്യം എന്നോടൊപ്പം കിടക്കുന്നതാണോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഉടനെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നിനക്ക് എന്നോട് ചെറുതായിട്ട് ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്കെന്നോട് ഇഷ്ടമില്ലെങ്കിൽ പോലും എനിക്കുള്ള ഈ കുറച്ച് ദിവസങ്ങളിൽ എന്നോട് നിനക്ക് ഇഷ്ടമായി അഭിനയിക്കാമോ എന്ന് ചോദിക്കുന്നു. അവനതിന് തല കുലുക്കുന്നു. അതിനുശേഷം അവർ കിടക്കാൻ പോവുകയാണ്. എല്ലാ പ്രാവശ്യവും അവളെയല്ലേ കട്ടിലിൽ ബന്ധിക്കുന്നത്, ഇപ്രാവശ്യം അവൻ അവളെ കട്ടിലിൽ ബന്ധിക്കുന്നു. ഈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അതിനുശേഷം അവളെ കിസ് ചെയ്യുന്ന വെള്ളം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ നിന്നെ പോലെ കടിച്ചൊന്നും മുറിക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇന്നൊരു രാത്രി നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നു എന്ന് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. അപ്പോൾ നീ എനിക്ക് തന്ന വാക്ക് മറന്നോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ നിനക്ക് വാക്ക് തന്നു, പക്ഷേ കുറച്ച് ദിവസം എടുക്കും എനിക്ക് നിന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാത്ത പക്ഷം എനിക്ക് നിന്നോടൊപ്പം കിടക്കാൻ സാധിക്കില്ല എന്ന് അവൻ പറയുന്നു. മര്യാദയ്ക്ക് എൻ്റെ കയ്യിലെ കെട്ടഴിച്ചു വിടാനാ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല, നീ ഇരുന്ന് ഉണയരാ എന്നൊക്കെ അവൾ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് അവൻ വീണ്ടും തിരികെ വന്നിട്ട് അവളുടെ ബെഡ്ഷീറ്റൊക്കെ നന്നായി അവളെ പുതപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ കള്ളം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിന്നിൽ നിന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അവളുടെ നെറുകയിലൊരു ഉമ്മയെ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ ചെന്ന് സെറ്റിയിലാണ് കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ ക്രൂരമായ രീതിയിൽ ഒരു രോഗിയോട് ആരെങ്കിലും പെരുമാറുമോ എന്ന് അവൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു. അതിൽ ദയ തോന്നിയിട്ടാവണം അവൻ അവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളും അവൻ്റെ അടുത്തുണ്ടായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു കിടന്നാണ് ഇന്നലെ രാത്രി ഉറങ്ങിയിരുന്നത്. അവളുടെ മുഖത്ത് പ്രണയാർദ്രമായി അവൻ നോക്കിയിട്ട്, ഞാൻ തന്നെ പ്രണയിച്ചു തുടങ്ങിയെന്നാണ് തോന്നുന്നതെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് ഹീറോ ആവട്ടെ അവർക്ക് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നു. അവള് അടുത്ത് വന്നെന്ന് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമാണോ എന്നൊക്കെ. പിന്നീട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അതിന് നല്ല സ്വാദുണ്ടെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൾ സ്പൂണിൽ ഭക്ഷണം അവന് വാരിക്കൊടുക്കാനൊരുങ്ങുന്നു. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവനത് വാങ്ങിക്കഴിക്കുന്നു. ആദ്യം അവൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചിടാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് വീണ്ടും ഒന്നുകൂടി അഴിച്ചിടാൻ ആവശ്യപ്പെടുന്നു. അകലെ ചിത്രമൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഷർട്ടൊക്കെ മാറ്റിയിട്ട് അവൻ്റെ മുതുകിൽ തന്നെ അവൾ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവർ വളരെ പ്രണയത്തോടെയും സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. ശരിക്കും അവൾക്ക് മരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവനോടൊപ്പം ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അവൻ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ഡോക്ടറെ തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുമെന്ന്. അവൾ ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ വെൽസ്, നിങ്ങൾ തീർച്ചയായും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അവൻ ഉടനെ തന്നെ അവളെ കിസ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും അവൾ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ഒരു രാത്രി സന്തോഷകരമായി ചിലവിടുന്നു. പിറ്റേന്ന് രാവിലെ അവൻ ഉണർന്നു നോക്കുമ്പോൾ അവൻ്റെ അടുത്ത് അവൾ ഉണ്ടായിരുന്നില്ല. അവൾ വരച്ച ചിത്രവും ഉണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റ് വന്ന് അവിടെയെല്ലാം അവളെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ചിത്രവും അവിടെ കാണാനില്ല എന്ന് അവന് മനസ്സിലാവുന്നത്. ഹീറോ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് ഒരു വാക്ക് പോലും പറയാതെ അവൾ അവിടെ നിന്ന് പോയത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയിരുന്നത് എന്നൊക്കെ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പിന്നീട് ഒരു കാറ് ചീറിപ്പാഞ്ഞ് പോകുന്നതാണ് കാണുന്നത്. അത് വേറെ ആരുടെയും കാറല്ലായിരുന്നു, നമ്മുടെ ഹീറോയുടെ കാറായിരുന്നു. ഒരു ലേലം നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഹീറോ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐവി വരച്ച ചിത്രവും അവിടെ ലേലത്തിനിരിക്കുന്നതായി കാണാം.
അങ്ങനെ അവിടെ ലേലം ആരംഭിച്ചു. ആദ്യം തന്നെ 3 മില്യൺ ആ ചിത്രത്തിന് പറയുന്നു. പിന്നീട് ഒരാൾ 5 മില്യണും പറയുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ അങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ 10 മില്യൺ പറയുന്നു. അപ്പോഴേക്കും എല്ലാവരും തിരിഞ്ഞങ്ങോട്ടേക്ക് അന്തം വിട്ട് നോക്കുന്നുണ്ട്. കാരണം വേറെയൊന്നുമല്ല, പുള്ളിക്കാരൻ വെൽസ് ഗ്രൂപ്പിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു CEO ആണ്, കോടീശ്വരനുമാണ്. ഉടനെ തന്നെ മറ്റേയാൾ 11 മില്യൺ പറയുന്നു. അത് കേട്ട് നമ്മുടെ ഹീറോ ആവട്ടെ 15 മില്യൺ പറയുന്നു. ഉടനെ തന്നെ ലേലത്തിന്റെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ നമ്മുടെ വെല്ലിന് വേണ്ടിയിട്ട് ആ ചിത്രം ലേലത്തിന് ഉറപ്പിക്കുന്നു. ഹീറോയുടെ കൂടെ ലേലം വിളിച്ചിരുന്ന ആള് പെട്ടെന്ന് നേരെ ദേഷ്യപ്പെട്ട് അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ ഹീറോ അവിടെ ആ ചിത്രം കയ്യിലെടുത്തിട്ട്, ഐവി, നീ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എൻ്റെ കൺമുന്നിലേക്ക് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഈ ചിത്രം ഞാൻ എങ്ങനെയാണ് കത്തിച്ചു കളയുന്നത്? അഥവാ നീ മരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ശവക്കല്ലറ എവിടാണെങ്കിലും ഒന്ന് കാണിച്ചുതാ എന്ന് ചിത്രത്തോടെന്നോണം അവൻ പറയുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിനുമായിട്ടുള്ള നിമിഷങ്ങളാണ് ഹീറോയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.